ഈശോംശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അമ്മ മാതാവിനും തിരുക്കുമാരനും ആയിരം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ അൾത്താരയിൽ നിൽക്കാനുള്ള അനുഗ്രഹം തന്നതിന് ആയിരം നന്ദി പറയുന്നു. എൻ്റെ പേര് ഷിജു. ഞാൻ കോട്ടയത്തു നിന്ന് വരുന്നു. കോട്ടയം അതിരുമ്പുഴയിൽ നിന്ന് വരുന്നു. ഞാൻ ഒരു 15 വർഷം മുമ്പ് എൻ്റെ വീട് പണിയുവാനായിട്ട് ഞാനൊരു ലോൺ എടുത്തിരുന്നു. അത് വലിയ തരക്കേടില്ലാതെ അടച്ചു പോയിക്കൊണ്ടിരുന്നു. ഒരു 3-4 വർഷക്കാലം ഞാനത് അടച്ചു. അതിനുശേഷം എൻ്റെ മക്കൾ പഠിക്കാനായിട്ടുള്ള 2 മക്കളാണ്, ഒരു മോനും ഒരു മോളും. അവരുടെ പഠനം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാനൊരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. അപ്പോൾ എനിക്കത് അടവ് വളരെ പാടായിരുന്നു. പിള്ളേരുടെ പഠിത്തവും ഈ ലോൺ അടവും എല്ലാം കൂടെ വന്നു. ഞാൻ 7 ലക്ഷം രൂപയാണ് ലോൺ എടുത്തത്. അങ്ങനെ അത് വന്നു, കൊറോണ വന്നു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വന്നപ്പോൾ അത് ഒരുപാട് കുടിശ്ശികയായി മാറി. അതിനുശേഷം ഞങ്ങളുടെ പ്രാർത്ഥനയുണ്ട്. അതിനുശേഷം ഞാൻ ഇവിടെ വന്ന് 18/11 ഞാൻ ഉടമ്പടി എടുത്ത് മാതാവിൻ്റെ മുന്നിൽ സമർപ്പിച്ചു. അമ്മേ മാതാവേ, ഞങ്ങൾക്കിത് സാധിച്ചു തരാൻ കനിയണമേ, ഞങ്ങളുടെ ലോൺ വീട്ടി ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ ആ 18/11 അതിന് മുമ്പ് ഞങ്ങൾക്ക് കുടിശ്ശിയായ ഞങ്ങളുടെ വീട് ലേലത്തിന് വെച്ചു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് ഒരാഴ്ച കഴിഞ്ഞ് പ്രാർത്ഥിച്ചു. അമ്മേ മാതാവേ, ഒരു വഴി ഒരുക്കി തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എന്തായാലും അറിയോ കേൾക്കോ ഇല്ലാത്തൊരു വ്യക്തിയായിട്ട് പരിചയപ്പെട്ടു. ആ വ്യക്തി ഞാൻ എൻ്റെ ആവശ്യം പറഞ്ഞപ്പോൾ ഒരു മടിയും കൂടാതെ 1 ലക്ഷം രൂപ തന്ന് ഞങ്ങളെ അന്ന് സഹായിക്കുകയാണ് ചെയ്തത്. ആ 1 ലക്ഷം രൂപ ബാങ്കിലടച്ചു, അതിൻ്റെ പലിശ അടച്ചു. ഞങ്ങൾ അവിടുന്ന് ആ ലേലത്തിൽ നിന്ന് ഞങ്ങൾ ഒഴിവായി. പിന്നെ എൻ്റെ മക്കളുടെ പഠനത്തിന് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയ സമയങ്ങളിൽ മക്കളെ പഠിപ്പിക്കാനായിട്ട് എനിക്ക് എൻ്റെ അവസ്ഥയും എൻ്റെ ഇത് അറിഞ്ഞുകൊണ്ട് 1-2 പേര് എൻ്റെ മകൾക്ക് സ്പോൺസറായിട്ട് എൻ്റെ മകളെ പഠിപ്പിക്കാം. മകളെ നേഴ്സിംഗ് പഠിക്കുകയായിരുന്നു. മകനും മകളും നേഴ്സിംഗാണ്. മകൾ പഠിച്ചിറങ്ങി 4-ാം വർഷം ഇറങ്ങി. മോൻ ഇപ്പം 4-ാം വർഷം നിൽക്കുകയാണ്. ഞങ്ങളുടെ ഈ അവസ്ഥയും ഞങ്ങളുടെ ഈ ബുദ്ധിമുട്ടും പ്രയാസം വെച്ച് ഞങ്ങൾക്ക് ഓരോ സ്പോൺസർമാർ വന്നു ഞങ്ങളുടെ മക്കളെ അങ്ങനെ ചെയ്തു. കഴിഞ്ഞ 2 വർഷത്തെ കാലമായിട്ട് ഞങ്ങളിങ്ങനെ ഓരോ ലെറ്റർ വരും, ഞങ്ങളതിന് പൈസ ഓരോരുത്തർ തരും, ഞങ്ങൾ കൊണ്ട് പലിശ അടയ്ക്കും. അത് ഞാൻ ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരുന്നു. കഴിഞ്ഞ ഡിസംബറിൽ ഞാൻ വന്ന് അച്ഛനെ കണ്ടു. അതിനു മുമ്പ് ബാങ്കിൽ നിന്ന് ഞങ്ങൾക്ക് ജപ്തി നോട്ടീസും വിൽപ്പനയ്ക്കുള്ള ഇതെല്ലാം വന്നു. അപ്പം ഞാൻ കഴിഞ്ഞ ഡിസംബറിൽ അച്ഛനെ വന്ന് കണ്ടു. അച്ഛൻ പ്രാർത്ഥിച്ചു. അച്ഛൻ 5 രൂപ കുറിച്ച് ഇത് തന്നു. ഞാൻ കുഴിച്ചിട്ടു. വിശ്വാസ പ്രമാണം ചൊല്ലി കുഴിച്ചിടാൻ പറഞ്ഞു. ഞങ്ങളത് വീട് വിൽക്കാനാണ് ഞങ്ങളത് പ്ലാൻ ചെയ്തത്. ഞങ്ങൾ ഒരുപാട് പേര് വന്ന് വീട് കാണുകയും എടുക്കുകയും ചെയ്തു. പക്ഷെ ആരും മറുപടിയൊന്നും പറയുന്നില്ല. അത് വിറ്റുപോകും. അവസാനം അത് എന്ത് ചെയ്യണമെന്നറിയാൻ മേലാതെ ഈ സമയത്ത് ജനുവരി ആദ്യം ബാങ്കുകാർ വന്ന് വെച്ച് ഞങ്ങളോട് ഒഴിവാകണമെന്ന് പറഞ്ഞു. 31 വരെ ഞങ്ങൾക്ക് അവസരം തന്നു. അവർ കൊണ്ട് ബാനർ കെട്ടി ഞങ്ങളെ നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും അറിഞ്ഞു. പേപ്പറെ വന്നു. ജപ്തിയുടെ നടപടിയിലോട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അവർ ബാനർ കെട്ടിക്കഴിഞ്ഞപ്പോഴത്തേന് നാട്ടുകാരും എല്ലാവരും ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി കാത്തിരുന്നു. പക്ഷേ മാതാവിൻ്റെ ഇടപെടൽ വലുതാണ്, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. മാതാവും തിരുക്കുമാരനും കൂടെ നല്ല രീതിയിൽ ഇടപെട്ട് ഞങ്ങൾക്ക് അതിനു വേണ്ടി അവസരം തന്നു. ബാങ്കിൽ നിന്ന് വിളിച്ചു. 15-ാം തീയതി ആയപ്പോൾ ബാങ്കിൽ നിന്ന് വിളിച്ചു പറഞ്ഞു ഞങ്ങൾ 7 ലക്ഷം രൂപ എടുത്തത്, അപ്പം ബാക്കി ഒരു 6.5 ലക്ഷം രൂപയാണെങ്കിൽ അത് തീർത്ത് തരാം, 31-നകത്ത് പൈസ അടയ്ക്കണം എന്നും പറഞ്ഞു. ഞങ്ങളെന്ത് ചെയ്യും, 15 ദിവസമല്ലേ ഉള്ളൂ. ഞങ്ങൾ ഒത്തിരി പേരുടെ കാല് പിടിച്ചു, ഒത്തിരി പേരെ പോയി. അവസാനം അതിൽ ഞങ്ങൾക്ക് 2-3 പേര് അതിനു വേണ്ടി ഇറങ്ങി തിരിച്ചു. സ്ഥലം വിൽക്കാതെ 6.5 ലക്ഷം രൂപ ഞങ്ങൾക്ക് തന്ന് ഞങ്ങളത് ജപ്തിയിൽ നിന്ന് ഒഴിവായി. ഞങ്ങളുടെ ആധാരം എടുക്കാനുള്ള അനുഗ്രഹം അമ്മ മാതാവ് ഞങ്ങൾക്ക് തന്നു. ഞാൻ പേപ്പർ വിതരണം ചെയ്യും, പിന്നെ പാവങ്ങളെ സഹായിക്കുന്നു, പൊതിച്ചോറ് കൊടുക്കും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അമ്മ മാതാവിനിടയിൽ ഒത്തിരി സഹായം ചെയ്യുന്നു. അമ്മ മാതാവിന് ഒത്തിരി നന്ദി പറയും. ഞാൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോവും കാരീസ് ഭവനിൽ. പിന്നെ 2 മാസം ഒരിക്കൽ കുമ്പസാരിക്കും. അമ്മക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 8 28-ാം തിരുവചനം പറയുന്നു: ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി പ്രവർത്തിക്കുന്നുവെന്ന് ഞങ്ങൾക്കറിയാം.
ഷിജു എന്ന ഈ സഹോദരൻ തൻ്റെ ജീവിതാവസ്ഥയുടെ വലിയൊരു സങ്കടത്തിൻ്റെ കഥ പരിശുദ്ധ അമ്മ എങ്ങനെയാണ് ഇടപെട്ട് ഒരു വലിയ സങ്കടത്തിൽ നിന്ന് അവരെ മോചിപ്പിച്ചതെന്ന് ഇപ്പോൾ നമ്മുടെ മുൻപിൽ സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും അദ്ദേഹം നന്ദി പറയുന്നു. അദ്ദേഹം വിവരിക്കുകയായിരുന്നു, മക്കളും ഭാര്യയുമുള്ള ഒരു നല്ല കുടുംബത്തിൽ വീട്ടിൽ നിന്ന് കടം മൂലം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട ഒരു സ്ഥിതിയായി. ലാസ്റ്റ് മൊമെൻറ്റിലാണ് ആരൊക്കെയോ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഓടിക്കൂടി അവരുടെ കടം വീട്ടാനായി പലരും സഹായിക്കുന്നു. ഷിജു സമർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്, പരിശുദ്ധ അമ്മയാണ് അത് ഇടപെട്ടത്. പല സമയങ്ങളിലും ഞങ്ങൾ ഒറ്റപ്പെട്ടു പോയ നിമിഷങ്ങളിൽ പരിശുദ്ധ അമ്മ ആരെയൊക്കെയോ ഞങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. പലരുടെ എല്ലാം ചെറിയ ചെറിയ സഹായങ്ങൾ ഒരു പല തുള്ളി പെരുവെള്ളമായി ഞങ്ങളുടെ വീട് ഞങ്ങൾക്ക് തിരിച്ചു ലഭിച്ചുവെന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. നമ്മൾ എത്ര തന്നെ സങ്കടപ്പെട്ടാലും പരിശുദ്ധ അമ്മയ്ക്ക് എല്ലാ സങ്കടങ്ങളും മനസ്സിലാകുമെന്ന് ഈ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ഒരുപാട് കാലം ജീവിച്ച ഒരു വീട് നമുക്ക് നഷ്ടപ്പെടുമ്പോഴുള്ള വലിയ സങ്കടത്തിൽ നിന്നാണ് പരിശുദ്ധ അമ്മ ഇവരെ കരകയറ്റി ഈശോയിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചു കൊടുത്തത്. ഇന്ന് കടം മൂലം കഷ്ടപ്പെടുന്ന എല്ലാ കുടുംബങ്ങളെയും നമുക്ക് ഈ നിമിഷം സമർപ്പിച്ച് പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം അപേക്ഷിക്കാം. അതുപോലെ തന്നെ ഈ കഷ്ടപ്പാടുകളുടെ ഇടയിൽ അദ്ദേഹം മക്കളെ പഠിപ്പിക്കുന്നതിനും മക്കളുടെ ഉന്നത വിജയത്തിനൊക്കെ വേണ്ടി അദ്ദേഹം ഓടി നടക്കുകയായിരുന്നു. മക്കൾ നല്ല നിലയിൽ പഠിക്കുന്നവരാണ്. നഴ്സിംഗ് പഠിച്ച് അവർ ഒരു നല്ല നിലയിലെത്തുന്നതിനായി അദ്ദേഹം ആഗ്രഹിക്കുന്നു. കുട്ടികളുടെ പഠനത്തിന് വേണ്ടി പല സ്പോൺസേഴ്സ് മുന്നോട്ട് വന്നു. കുട്ടികളുടെ പഠനം നന്നായി മുന്നോട്ട് പോകുന്നുവെന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നു. ഇതിൻ്റെ എല്ലാം ഭൗതിക കാര്യങ്ങളുടെ എല്ലാം പുറകിൽ പ്രവർത്തിക്കുന്നത് പരിശുദ്ധ അമ്മ മുന്നേ നടക്കുന്നതുകൊണ്ടാണ്. പരിശുദ്ധ അമ്മ സഞ്ചാരി മാതാവാണ്. ഷിജുവിൻ്റെ എല്ലാ സങ്കടങ്ങളിലും പരിശുദ്ധ അമ്മ കൂടെ നടന്ന് മുന്നേ പോയി എല്ലാവരെയും വ്യക്തികളെ അറേഞ്ച് ചെയ്ത് കടം നിർത്താനും കടം ഇല്ലാതാക്കാനും മക്കളുടെ ഭാവി സുരക്ഷിതമാക്കാനും ഈശോയോട് മധ്യസ്ഥം അപേക്ഷിക്കുന്ന ഒരു വലിയ സംഭവ കഥയാണ് നമ്മളിവിടെ കേട്ടത്. നമുക്ക് ഇദ്ദേഹത്തിന് വേണ്ടി നന്ദി പറയാം. ഈ സങ്കടങ്ങളുടെ ഇടയിലെല്ലാം വളരെ സന്തോഷത്തോടുകൂടി അദ്ദേഹം പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുകയും കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുകയും കൃത്യമായ ഉടമ്പടി നിബന്ധനകൾ പാലിക്കുകയും ചെയ്തു എന്ന് സമർത്ഥിക്കുന്നു. തൻ്റെ അമ്മ തന്നെ കൈവിടില്ല എന്ന വളരെ ദൃഢമായ വിശ്വാസവും ബോധ്യവുമാണ് അദ്ദേഹത്തെ ഈ ഒരു വലിയ വിജയത്തിന് കാരണമാക്കിയതെന്ന് അദ്ദേഹം സമർത്ഥിക്കുകയുണ്ടായി. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുന്ന കഷ്ടപ്പാടിലൂടെ കടന്നു പോകുന്ന വ്യക്തികളെ നാം കാണുമ്പോൾ അത് ഈശോ തന്നെയാണ്. ഈശോ നമുക്കൊരു വലിയ വചനം നൽകിയിരിക്കുന്നു. നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം എൻ്റെ പേരിൽ നിങ്ങൾ കൊടുത്താൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ ഒരു ഡെപ്പോസിറ്റ് ഉണ്ടെന്നത് ഈശോ നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. നമ്മൾ എന്തെല്ലാം കാരുണ്യ പ്രവൃത്തികൾ ചെയ്താലും അതിലൊന്നും ഈശോ ഇല്ലെങ്കിൽ അതെല്ലാം വ്യർത്ഥമാണ്. സങ്കീർത്തനം വായിക്കുന്നത് പോലെ കാവൽക്കാരുടെ കാവൽ വ്യർത്ഥമാകുന്നത് കർത്താവ് ഭവനം കാക്കുന്നില്ലെങ്കിലാണ്. പണിക്കാരുടെ പണി വ്യർത്ഥമാകുന്നത് കർത്താവ് നമുക്ക് കൂട്ടുനിൽക്കുന്നില്ലെങ്കിലാണ്. നമുക്ക് ദൈവത്തോട് പരിശുദ്ധ പിതാവിനോട് നമുക്ക് നന്ദി പറയാം. പരിശുദ്ധാത്മാവിനോട് നന്ദി പറയാം. തിരുക്കുമാരനോട് നന്ദി പറയാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് നന്ദി പറയാം. നമുക്ക് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും എല്ലാ സമയങ്ങളിലും പൗലോസ്ലീഹ പറയുന്നത് പോലെ എപ്പോഴും നന്ദി പ്രകാശിപ്പിക്കുക എന്ന വലിയ വചനം നമുക്ക് എപ്പോഴും ജീവിതത്തിൽ അനുവർത്തിക്കാനായി നമുക്ക് പരിശ്രമിക്കാം. എല്ലായ്പ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവാനും നിരന്തരം പ്രാർത്ഥിക്കുവാനും ഈ ഉടമ്പടി ജീവിതം നമ്മെ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഈ സാക്ഷ്യം പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനെ സമർപ്പിച്ചുകൊണ്ട് ഈശോയ്ക്കും അമ്മയ്ക്കും വലിയൊരു കൈയടി നൽകി സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.